കാലവർഷമെത്താൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോഴും ഇടിഞ്ഞു വീഴാറായ ഇടുക്കിയിലെ തോട്ടം തൊഴിലാളി ലയങ്ങളിൽ താമസിക്കുന്നവരുടെ ദുരിത ജീവിതത്തിന് അറുതിയാകുന്നില്ല. അധികൃതരിൽ നിന്ന് വാഗ്ദാനങ്ങളുടെ പെരുമഴ പലപ്പോഴായി തൊഴിലാളികൾ കേട്ടുകെട്ട് മടുത്തു. പൂട്ടിപ്പോയ പീരുമാൾ ടീ കമ്പനിയിലെ ഒരു ലയം കഴിഞ്ഞ ദിവസമാണ് ഇടിഞ്ഞു വീണത്. പീരുമേട്ടിൽ നിന്ന് അവരുടെ വേദനകൾ പറഞ്ഞുകൊണ്ട് രാഹുൽ വിജയൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. ഓരോ മഴക്കാലത്തിന് മുമ്പും ഈ ലയങ്ങളിലൊക്കെ താമസിക്കുന്ന ആളുകളുടെ ദുരിത ജീവിതം പലപ്പോഴായിട്ട് പുറത്തേക്ക് എത്തിക്കാൻ നമ്മൾ ശ്രമിക്കാറുണ്ട്. അതിനൊക്കെ പരിഹാരം കാണുമെന്ന് പലപ്പോഴായിട്ട് അധികൃതർ പറയുകയും ചെയ്തിട്ടുണ്ട്. ഇതിനേറെ പറയണം, കഴിഞ്ഞ സർക്കാർ 10 കോടി രൂപ ഈ ലയങ്ങളുടെ നവീകരണത്തിന് വേണ്ടി ബഡ്ജറ്റിൽ ഉൾപ്പെടെ പ്രഖ്യാപിക്കുകയും ചെയ്തതാണ്. പക്ഷെ അതൊന്നും ഈ ലയങ്ങളുടെ പുനരുദ്ധാരണത്തിനോ ഒന്നും പ്രയോജനപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. ഈ ലയങ്ങളുടെയൊക്കെ അവസ്ഥ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഏത് നിമിഷവും ഇടിഞ്ഞു വീഴാവുന്ന അവസ്ഥയിലാണ്. മഴ പെയ്താൽ ഒരു തുള്ളി വെള്ളം പുറത്തേക്ക് പോകില്ല, മുഴുവൻ വെള്ളവും ഇതിനകത്തായിരിക്കും വീഴുക. ഇവരൊക്കെ ഇതിനടിയിലൊക്കെ പാത്രമൊക്കെ വെച്ചിരിക്കുകയാണ്. ചെറിയ പാത്രമൊക്കെ വെച്ച് വെള്ളം വീണ് കഴിഞ്ഞാൽ അത് പിടിക്കും. ഈ തറയിലൊക്കെ പാത്രം വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ വെള്ളം പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഈ ഓടാണ്, ഉത്തരമാണ്. ഇതെല്ലാം ദ്രവിച്ച് ഇരിക്കുകയാണ്, ചിതലെടുത്തിരിക്കുകയാണ്. ഏത് നിമിഷവും നിലം പൊത്താവുന്ന അവസ്ഥയിലാണ്. ഈ വീട്ടിലൊക്കെ താമസിക്കുന്നവർ എങ്ങനെയാണ് ധൈര്യത്തോടു കൂടി കിടന്നുറങ്ങുന്നതെന്ന് നമ്മൾ ആശ്ചര്യത്തോടു കൂടിയാണ് കാണുന്നത്. ഈ വീട്ടിലെ താമസക്കാരിയായിട്ടുള്ള മാലതി നമ്മളോടൊപ്പം ചേരുകയാണ്. പൊതുവെ എല്ലായിടത്തും ഇങ്ങനെയാണല്ലേ അവസ്ഥ? എന്താണ് നിങ്ങളുടെ ഒരു മാനസികാവസ്ഥ? നിങ്ങൾ എങ്ങനെയാണ് ഇവിടെ കഴിയുന്നത്? ഞങ്ങൾ ഇവിടെ ജോലി ചെയ്ത് എസ്റ്റേറ്റിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എസ്റ്റേറ്റ് അടച്ചു പൂട്ടിയ പിന്നെ ഞങ്ങൾക്ക് ഇവിടെ ജോലിയില്ല. ഞങ്ങൾ പുറത്താ പണി ചെയ്ത് ഞങ്ങൾ ജീവിക്കുന്നത്. അപ്പം യാതൊരു നിവൃത്തിയില്ല. അപ്പം നമുക്ക് എസ്റ്റേറ്റുകാരും ഒന്നും തുറന്ന് കമ്പനി നടത്താമെന്നും പറഞ്ഞ ഒരു പ്രതീക്ഷയില്ല. പിന്നെ ഞങ്ങൾ കിട്ടുന്ന പണി പുറത്ത് ചെയ്ത് ഞങ്ങളിങ്ങനെ ജീവിക്കുക. പേടിയുണ്ടോ ഇവിടെ താമസിക്കാൻ? രാത്രിയൊക്കെ പിള്ളേരെ വെച്ച് കിടക്കുന്നത് പേടിയാ. എല്ലാം ഏതാണ്ട് പൊടിഞ്ഞൊക്കെ വീഴുന്നുണ്ട്. എന്നാ ചെയ്യാൻ? നമ്മളെ പിള്ളേരും വെച്ചുകൊണ്ട് പണിയും ഇല്ല. മഴ പെയ്താൽ പണിയും കിട്ടത്തില്ല. രാത്രി കഞ്ഞി വെക്കാൻ പറ്റത്തില്ല. കഞ്ഞിയൊക്കെ വെക്കുമ്പോൾ വെള്ളമൊക്കെ അതിനകത്താണ് വീഴുന്നത്. ഞങ്ങൾ ജീവിച്ചു പോകുന്നത് വലിയ ബുദ്ധിമുട്ടിലാണ് ജീവിച്ചു പോകുന്നത്. പ്രധാനമായും ഇടുക്കി ജില്ലയിലെ തോട്ടം മേഖലയിലുള്ള ലയങ്ങളുടെ ഒക്കെ അവസ്ഥ ഏറെക്കുറെ ഇങ്ങനെ തന്നെയാണ്. പ്രധാനമായും എടുത്തു പറയാനുള്ളത് ഈ പൂട്ടിപ്പോയ ലയങ്ങളുണ്ട്. അവിടെയാണ് ഈ ആളുകളുടെ ദുരിതം ഇത്ര കണ്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയാനുള്ളത്. മഴക്കാലത്തിന് മുമ്പ് പലതരത്തിലുള്ള പുനരുദ്ധാരണ പദ്ധതികളൊക്കെ പ്രഖ്യാപിക്കാറുണ്ട്. പക്ഷെ അതൊന്നും നടപ്പിലാക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇവരുടെ ആശങ്ക അകറ്റുന്നതിന് വേണ്ടി ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം അത് എത്രയും വേഗം കാണണം. മഴക്കാലത്ത് ഒരു അപകടം ഉണ്ടാകുന്നത് വരെ കാത്തിരിക്കാതെ അവർക്ക് അതിനു മുന്നേ തന്നെ സുരക്ഷിതമായൊരു പാർപ്പിടം ഒരുക്കുന്നതിനുള്ള നടപടിയാണ് ഇവർ ആവശ്യപ്പെടുകയും ചെയ്യുന്നത്. സുമിത്തിനൊപ്പം രാഹുൽ വിജയൻ, 24 ഇടുക്കി. നമ്മൾ അനുഭവിക്കാത്ത ജീവിതമൊക്കെ നമുക്ക് ചിലപ്പോൾ കഥയാവും. അത്തരം ജീവിതങ്ങൾ യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യങ്ങൾ ഒന്നാണ് ആ ലയത്തിൽ താമസിക്കുന്ന മനുഷ്യരുടെ വേദന. ഏത് സമയത്തും ഇടിഞ്ഞു വീഴും. ഉറങ്ങുമ്പോൾ നാളെ രാവിലെ എഴുന്നേൽക്കാനാകുമെന്നൊരു പ്രതീക്ഷയും ഇല്ലാത്ത ചില മനുഷ്യരുടെ ജീവിതം. അവർക്കതിന് പരിഹാരം വേണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.